നാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രസംഗ വിഷയം ക്രിസ്തുവും സമ്പത്തും എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സമ്പത്ത് അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ മാമോൻ വേണം. സമ്പത്തില്ലാതെ നമുക്ക് മുന്നോട്ട് പോവുക അസാധ്യമാണ്. ഏകദേശം 25 വയസ്സ് വരെ ഒരാൾ മാതാപിതാക്കളുടെ ചെലവിൽ ജീവിക്കും. വിദ്യാഭ്യാസമൊക്കെയും 25 വയസ്സിനകം പൂർത്തിയാക്കുന്നു. പിന്നീട് ജോലി അല്ലെങ്കിൽ വരുമാനമാർഗം അന്വേഷിക്കുന്നു, അത് കണ്ടെത്തുന്നു. അങ്ങനെ അതിൽ ആശ്രയിച്ച് ജീവിക്കുന്നു. ആയുസ്സും ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരു 50 കൊല്ലം കൂടെ 25 വയസ്സ് തൊട്ട് 75 വയസ്സ് ജീവിക്കുന്നു. എന്നാൽ ഒരു ദിവസം മരിക്കുന്നു. മരണശേഷമുള്ള സംഗതി എന്താണ് എന്നതിനെക്കുറിച്ച് ക്രിസ്തു സമ്പത്തുമായിട്ടുള്ള ബന്ധത്തിൽ പറഞ്ഞ വാക്യം നമുക്ക് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 23-ാമത്തെ വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 23-ാമത്തെ വാക്യം. അടുത്തത് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ സമയം കൂടി ഇരിക്കാൻ പോവുകയാണ്. കർത്താവേ, മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുത്ത് ഞങ്ങൾ ഇരിക്കുമ്പോൾ കർത്താവെ, എന്നിവിടെ പ്രസംഗിക്കുന്നതായ ദൈവവചനം കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ ശിഷ്യന്മാർ പുറപ്പെട്ട് പ്രസംഗിക്കുന്നിടത്ത് കർത്താവ് കടന്നു വന്ന് അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം. കർത്താവെ, ഈ വചനത്തിൽ മറിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മർമ്മങ്ങൾ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകിൽ എഴുതി തരണമേ. സാത്താനത് പെറുക്കിക്കളയാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ കുറവുകൾ ഓർക്കരുത്. കൽവറിക്കുരിശിൽ അടിയനെ മറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. പഴയ നിയമം പഠിക്കുമ്പോഴൊക്കെ നമുക്കറിയാം, അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഒക്കെ ബഹുസമ്പന്നന്മാരാണ്, വലിയ ധനവാന്മാരാണ്. അവരെല്ലാം ദൈവരാജ്യത്തിൽ കടന്നു. സമ്പത്ത് അത് നല്ലതാണ്. പക്ഷെങ്കിൽ ഇന്ന് പലർക്കും പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സമ്പത്തിലെ ആശ്രയമാണ്. മുമ്പ് നമ്മൾ ചിന്തിച്ചു, 25 വയസ്സിലെ ജോലി, വരുമാനമാർഗം, ബിസിനസ് കണ്ടെത്തുന്ന ഒരാൾ 75 വയസ്സിൽ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിത്യത എവിടെയാണെന്ന് ചിന്തിക്കാറില്ല. എല്ലാവരും സ്വർഗത്തിൽ പോകുന്നതാണ് ക്രിസ്ത്യാനികളൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞു, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്നാണ്. അപ്പം നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? ഇവിടുത്തെ 50 വർഷക്കാലം സമ്പത്തുണ്ടാക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട്, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മൾ പലതും നേടിയെടുക്കും. പക്ഷെ അവസാനം ദൈവരാജ്യത്തിൽ കടക്കാതെ നിത്യത നഷ്ടപ്പെടുന്നത് സങ്കടകരമല്ലേ? ഇവിടുത്തെ 50 വർഷത്തെ ജീവിതം കൊണ്ട് നിത്യത എന്ന് പറയുന്നത് 50 അല്ല, 500 അല്ല, 5000 അല്ല, 50,000 അല്ല, 5 ലക്ഷമല്ല, അവസാനിക്കാത്ത നിത്യത. അത് നമുക്ക് കർത്താവിനോടെ വസിക്കണ്ടേ? അതുകൊണ്ട് നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ തന്നെയും സമ്പത്തിലെ ആശ്രയം നമുക്ക് മാറണം. ഡിറ്റാച്ച്മെൻറ്റ്സ് ഫ്രം ഓൾ അറ്റാച്ച്മെൻറ്റ്സ്. അപ്പം വായിക്കാം നമുക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവിടെ യേശു കർത്താവ് പറയുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. 2 യജമാനന്മാരാണെന്ന് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. ഒന്ന് ദൈവം, ഒന്ന് മാമോൻ. മാമോൻ എന്ന് പറയുന്നത് സമ്പത്താണ്, പണമാണ്. അവിടെ പറയുകയാണ്, 2 യജമാനന്മാരെയും കൂടെ ഒരുപോലെ സേവിക്കാൻ ശ്രമിച്ചാൽ വരുന്നത് എന്താണ്? ഒരുത്തനോട് പറ്റിച്ചേരും, മറ്റവനെ നിരസിക്കും. ഒരുത്തനെ സ്നേഹിക്കും, മറ്റവനെ പകയ്ക്കും. ഇവിടെ
കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിത്യത ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവുമായി പറ്റിച്ച് മാമോനെ പകച്ച് നിരസിക്കണം. അപ്പം ഈ മാമോനെ പകച്ച് നിരസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എത്ര പേർക്കറിയാം? ഞാൻ വേണം പറയാം. ഇപ്പം നമ്മളൊക്കെയും ഓരോ ദിവസവും നമ്മുടെ വീടുകളിൽ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാത്തിനും എന്നാ വിലയാ, പച്ചക്കറിക്കാണേലും എന്നാ വിലയാ, മുന്നോട്ടെങ്ങനെ ജീവിക്കും. കാര്യം ഇത് പറയുമ്പോൾ നമ്മൾ ആ മാമോന് അല്ലെങ്കിൽ ആ സമ്പത്തിന് അമിതമായ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അപ്പം ദൈവമക്കൾ പറയേണ്ടത് എങ്ങനെയാണ്? മാമോനെ പകച്ചുകൊണ്ട്, മാമോനെ നിരസിച്ചുകൊണ്ട് എങ്ങനെയാണ് പറയേണ്ടത്? നമ്മൾ പറയേണ്ടത്, ഇവിടെ എന്നാ വില കൂടിയാലും ഒരു വിഷയമില്ല, എൻ്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കും. പിന്നെ എന്താണ് പറയേണ്ടത്? എൻ്റെ ജോലി പോയാൽ, എൻ്റെ വരുമാന മാർഗങ്ങൾ അടഞ്ഞാൽ എനിക്ക് എൻ്റെ യേശു ക്രിസ്തുവാണ് വലുത്. ഒരു ജോലി പോയെങ്കിൽ വേറൊരു ജോലി സ്വർഗത്തിൽ ദൈവം തരാൻ കഴിയുമല്ലോ. അല്ലാതെ ജോലി എന്ന് പറഞ്ഞ ജോലിയിൽ ആശ്രയിക്കല്ല വേണ്ടിയത്. ജോലി പോകാം, പോകാതിരിക്കാം. എന്നാൽ ഞാനും നിങ്ങളും മാമോനെ പകച്ചെങ്ങനെയാണ് നിരസിക്കേണ്ടത്? ഞാൻ ഒരിക്കൽ ഓർക്കുന്നു, നമ്മുടെ കൂട്ടായ്മയിൽ പണ്ട് വന്നുകൊണ്ടിരുന്നൊരു ദൈവദാസൻ, അദ്ദേഹത്തിന് ആ കൂടെ ചില ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ ബിഗ് ഷോപ്പറിനകത്ത് കാപ്പിപ്പൊടി പരിപ്പൊക്കെ കൊണ്ടുവന്ന് ഞാൻ കുറച്ചൊക്കെ മേടിക്കും. ദൈവദാസന് എന്തെങ്കിലും കൊണ്ടുവന്നല്ലേ അപ്പോൾ. അപ്പം 100-200 രൂപയുടെ സാധനം മേടിക്കുകയാണ്. ദൈവദാസൻ്റെ 200 രൂപ കൊടുത്ത ഉടനെ പുള്ളി ആ രൂപ എടുത്ത് വണങ്ങും, ഇങ്ങനെ മുത്തുവായിരുന്നു. കാര്യം അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഇതൊക്കെ ഇപ്പം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ നോട്ട് താഴെ പോയാൽ ചില ആൾക്കാർ ഇത് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളറിയാതെ 500 രൂപ ചവിട്ടിയെന്ന് വിചാരിക്കട്ടെ, നമ്മളുടനെ എന്നാ ചെയ്യുന്നത്? 500 രൂപ എടുത്തിട്ട് ഒന്ന് വണങ്ങും. ഒരിക്കലും പാടില്ല. ഒരു ചവിട്ടും കൂടെ കൊടുത്തിട്ട് എടുത്ത് പോക്കറ്റിലോട്ട് വെക്കണം. കാരണം ഇത് മാമോനാണ്, ഇതിനെ വണങ്ങേണ്ട ഒരു കാര്യമില്ല. ഒന്നും കൂടെ ചവിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ കറൻസി വാല്യൂ ഒന്നും നഷ്ടപ്പെടുത്തില്ല. പറ്റുമോ? ചെളി പറ്റിയാൽ പോലെ. ഇനി നമ്മുടെ കാലിൽ വിറ്റുതിറങ്ങിയപ്പോൾ പറ്റിയ ചെളിയാണെങ്കിലും എന്ത് ചെയ്യണം? 500 രൂപയ്ക്ക് ഒരു ചവിട്ടും കൂടെ കൊടുത്തേക്കണം. പേടിക്കണ്ട. ഇന്ന് അനേകം ആളുകൾ മാമോനെ അങ്ങ് കണ്ടമാനം സേവിക്കുകയാണ്. നമ്മൾ സേവിക്കേണ്ടത് ആരെയാണ്? ക്രിസ്തുവിനെയാണ്. അതാണ് നമ്മളിവിടെ മനസ്സിലായി. ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവുമായി നമ്മൾ എന്ത് ചെയ്യണം? പറ്റിച്ച് മാമോനെ പകച്ച് മാമോനെ നിരസിക്കണം. വായിക്കാം സദൃശ്യവാക്യങ്ങൾ 11:28. സദൃശ്യവാക്യങ്ങൾ 11:28. അവിടെ പറയുകയാണ്, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും. എൻ്റെ സാക്ഷ്യം അതാണ്. ഞാൻ സമ്പത്തിൽ ആശ്രയിച്ച മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണു, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാൻ ആരോടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാമത്ത് പറിക്കാം. അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത മനുഷ്യനാണ്. പക്ഷേങ്കിൽ സമ്പത്ത് കാലത്ത് ഇതെല്ലാം ചെയ്തു. പക്ഷേങ്കിൽ സമ്പത്തിൽ ആശ്രയിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ വീണു. നമുക്കൊന്ന് വായിക്കാം. നമ്മൾ ഈ മാമോനെ പകയ്ക്കുന്നുണ്ടോ, നമ്മുടെ കർത്താവിനെയാണോ സ്നേഹിച്ച് പറ്റിച്ചേരുന്നതെന്ന് നോക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവിടെ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ചിലപ്പോൾ വരുമാന മാർഗങ്ങൾ പെട്ടെന്ന് സ്റ്റോപ്പാകും, ചിലപ്പോൾ ബിസിനസ് ഫെയിലിയർ ആകും, ചിലപ്പോൾ കടങ്ങൾ കയറി വരും പ്രതീക്ഷിക്കാതെ. അപ്പം ദൈവമക്കൾ, വചനം കേട്ട് വർഷങ്ങളായിരിക്കുന്ന ദൈവമക്കൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു താഴ്ച ഭവിക്കുമ്പോൾ വെപ്രാളപ്പെടാൻ തുടങ്ങുകയാണ്. അയ്യോ, ഇനി ഇതിൽ കൂടുതലൊക്കെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എന്താ ഇങ്ങനെ പറയുന്നത്, ഉണ്ടായിരുന്ന ജോലിയും കൂടെ പോയല്ലോ, കർത്താവ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അല്ല, അങ്ങനെയല്ല പറയേണ്ടത്. കർത്താവാണ് നമ്മൾ അവിടെ പരീക്ഷിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനായി.
നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും ചെയ്യുന്നിട്ട് താഴോട്ട് വായിക്കുന്നുണ്ട് 3-ാം വാക്യത്തിൽ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നുവെന്ന് നീ അറിയണം. അപ്പോൾ ഞാനും നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ ഇതെല്ലാം കടന്നു വരുമ്പോൾ നമ്മൾ എന്നാ പറയേണ്ടത്? ഇല്ല, എൻ്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാൻ ജീവിക്കും. അവിടെ നമ്മൾ മാമോനെ ശരിക്കങ്ങ് പകച്ച് നിരസിച്ചോണം. എൻ്റെ ഇതിലെല്ലാം ഒരു നന്മയ്ക്കാക്കി എൻ്റെ കർത്താവ് തീർക്കും. എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനായി ദൈവം പൊട്ടനല്ലല്ലോ. നമ്മൾ ചിലപ്പം വീട്ടിൽ ഇരുന്ന് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നത് ഇതെല്ലാം ആര് കേട്ടോണ്ടിരിക്കുക? നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന എന്താ? എൻ്റെ കർത്താവെ, ജോലി പോയാലും വരുമാനം പോയാലും നഷ്ടം വന്നാലും ബിസിനസ്സിൽ ദോഷം വന്നാലും ഒക്കെയും നീ ഉണ്ട് കർത്താവെ. അതുകൊണ്ട് നമ്മൾ ഇന്ന് സമ്പത്തിലെ ആശ്രയം മാറിയിട്ട് കർത്താവിലെ ആശ്രയം വരണമെങ്കിൽ അതിന് മുന്നേ 2 വാക്യങ്ങളൊന്ന് വായിക്കണം. സദൃശ്യവാക്യങ്ങൾ 28:20 വായിക്കും. സദൃശ്യവാക്യങ്ങൾ 28:20. സദൃശ്യവാക്യങ്ങൾ 28:20. ധനവാനാകേണ്ടുന്നതിന് ബന്ധപ്പെടുന്നവന് ശിക്ഷ വരാതിരിക്കുക. മനസ്സിലായോ? ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ധനവാനാകേണ്ടതിന് ബന്ധപ്പെട്ട ആളാണ്. എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ആനിക്ക് ജോലി ഉണ്ടായിരുന്നു, എനിക്ക് 1 ഏക്കർ റബ്ബർ കിട്ടാനുണ്ടായിരുന്നു, എനിക്കത് കൂടാതെ LICയുടെ ഏജൻസി വരുമാനവും ഉണ്ടായിരുന്നു. 4 രീതിയിലുള്ള വരുമാനം ഉണ്ടായിരുന്നു. അന്നേരമാണ് എനിക്കൊരു തോന്നലുണ്ടായത്, എന്താണ്? ധനവാനാകണം. ധനവാനാകാൻ വേണ്ടിയിട്ട് പല ബിസിനസ്സുകളെല്ലാം ചെയ്തു. അനേകരെ സഹായിക്കണം, ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഒത്തിരി പേരെ സഹായിക്കാൻ ഇതൊക്കെ മനസ്സിലെ ആഗ്രഹമാണ്. പക്ഷെങ്കിൽ ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവന് ശിക്ഷ വന്നു. എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. വീട്, സ്ഥലം എല്ലാം ജപ്തിയായി, ആത്മഹത്യയുടെ വക്കീലായി. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 5:10. സദൃശ്യവാക്യങ്ങൾ 5:10. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നു കളയരുത്, നിന്റെ പ്രയത്നഫലം. തൊട്ട് മുകളിലൊക്കെ പറയുന്നുണ്ട്. അത് വ്യഭിചാര കർമ്മത്തിലേക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുന്നു, കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നു കളയരുത്. അപ്പം നമുക്കറിയാം, മുടിയൻപുത്രൻ്റെ ചേട്ടൻ, മുടിയൻപുത്രൻ വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പൻ സ്വീകരിച്ചപ്പോൾ മുടിയൻപുത്രൻ്റെ ചേട്ടൻ പറഞ്ഞ എന്താണെന്നറിയാമോ? വേശ്യമാരോടുകൂടെ അപ്പൻ്റെ സമ്പത്ത് തിന്ന് കളഞ്ഞവനെന്നാണ് ഈ അനിയനെക്കുറിച്ച് മുടിയൻപുത്രൻ്റെ ചേട്ടൻ പറയുവാനിടയായി. അപ്പം ഇന്നും അനേകം ആളുകളുടെ ജീവിതത്തിൽ ഈ നിന്റെ സമ്പത്ത് കണ്ടവർ ഒന്നുകൂടെ വാക്യം, സദൃശ്യവാക്യങ്ങൾ 5:10. നിന്റെ സമ്പത്ത് കണ്ടവർ കണ്ടവർ നിന്റെ സമ്പത്ത് തിന്ന് കളയരുതെന്നാണ്. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുന്നേ ഒരു ആളുടെ കാര്യം പറയുവാനിടയായി. 5 ലക്ഷം രൂപ മാസം വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതായ ഒരു വ്യക്തി. ആ വ്യക്തി ലിബിയയിലോ അവിടെയും കണ്ട് ജോലി ചെയ്തപ്പോൾ അവിടുത്തുകാരി ഒരു പെണ്ണ് അവനെ കയറി പ്രേമിച്ചു. അവർ രണ്ടുപേരും ഗെറ്റ് ടുഗദറായിട്ട് ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി. കല്യാണമൊന്നും കഴിച്ചില്ല. ഇവിടെ നമ്മുടെ കോട്ടയത്ത് തന്നെ, കോട്ടയം ജില്ലയിൽ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ച മകനാണ്. ഇവൻ്റെ 5 ലക്ഷത്തിൽ 4 ലക്ഷവും എല്ലാ മാസവും അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നു. അവസാനം അവൾക്ക് വേറൊരു കാമുകനുണ്ടായിരുന്നു. അവൾ അവനെ തേച്ചിട്ട് അങ്ങ് പോയി. എന്ത് സംഭവിച്ചെന്നറിയാമോ? അവൻ മെൻ്റലായിട്ട് അവൻ പാലാ മെഡിസിറ്റിയിൽ ഇന്ന് ഡിപ്രഷൻ ബാധിച്ച് കിടപ്പുണ്ട്. എന്ത് മനസ്സിലായി? കാരണം കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നു കളയാനാണ്. ഇന്ന് യൗവനക്കാർക്കൊക്കെ പറ്റുന്ന ഒത്തിരി അപകടമാണ്. കാര്യം കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, വളരെ സ്നേഹം കാണിച്ചേക്കാം. അതൊക്കെ വിദേശത്ത് പോകുന്ന പിള്ളേരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് അറിയില്ല. നന്നായി ജീവിച്ചാൽ നല്ലത്. അല്ലെങ്കിൽ വരുന്നത് എന്താണ്? കണ്ടവർ സമ്പത്ത് തിന്നു കളഞ്ഞിട്ട് അവസാനം ഇവനൊരു താഴോട്ട് സദൃശ്യവാക്യത്തിൽ പറയുന്നുണ്ട്, നീ ഒരു പോഷനായി തീരുവാൻ ഇടയാകരുതെന്നാണ് അവിടെ ഉപദേശിക്കുന്നത്. അപ്പം സമ്പത്തിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിൽ ആശ്രയിച്ച് ക്രിസ്തുവുമായി പറ്റിച്ചേർന്ന് ക്രിസ്തുവിനെ സ്നേഹിച്ച് ജീവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 4 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ വേഗത്തിൽ അവസാനിപ്പിക്കാം.
നമുക്ക് വായിക്കാം 2 കൊരിന്തി 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. 2 കൊരിന്തി 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നു. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആരാണെന്നറിയാമോ? സമ്പന്നൻ. ഞാൻ നിങ്ങൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനാണ്. സാത്താൻ്റെ ആൾക്ക് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനാണ്. റോമലേഖനം എടുക്കണ്ട, ഇത് പഠിക്കാൻ പോവാ. നമ്മൾ റോമലേഖനത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കണം നമ്മുടെ കർത്താവ് സമ്പന്നനാണ്. പൗലോസ് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും യേശുക്രിസ്തുവിന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകണം. വചനത്തിന്റെ അർത്ഥം മനസ്സിലായോ? സ്വർഗം ആഗ്രഹിക്കുന്നത് നമ്മൾ സമ്പന്നരാകണമെന്നാണ്. എല്ലാം മനസ്സിലായോ? ഇങ്ങനെ ഗതികെട്ട് നടക്കുന്നവനാകാനല്ല സ്വർഗം ആഗ്രഹിക്കുന്നത്. നമ്മൾ സമ്പന്നരായിട്ട് തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിന് അവിടെ പറയുന്നു, നമ്മൾ സമ്പന്നരാകേണ്ടതിന് യേശുക്രിസ്തു ദരിദ്രനായി തീർന്ന ദൈവകൃപ നമ്മൾ അറിയണം. എത്ര ക്രിസ്ത്യാനിക്കറിയാം ഇത്? എത്ര ക്രിസ്തുമതക്കാർക്കറിയാം? യേശുക്രിസ്തു ബഹുസമ്പന്നനാണ്. ഈ ലോകം എല്ലാം ആർക്കുള്ളതാണ്? നമ്മുടെ യേശുക്രിസ്തുവിനുള്ളതാണ്. കർത്താവല്ലേ ഇതെല്ലാം സൃഷ്ടിച്ചത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് നമ്മുടെ 10 പൈസയോ 50 പൈസയോ 100 രൂപയൊന്നും വേണ്ട, മെഴുകുതിരി വേണ്ട. സൂര്യനേക്കാൾ പ്രഭയുള്ളവന് നമ്മുടെ കർത്താവിന് മെഴുകുതിരി വേണ്ട, നമ്മുടെ കർത്താവിന് കുന്തിരുക്കം വേണ്ട, നമ്മുടെ കർത്താവിന് ആരുടെയും നക്കാപ്പിച്ച പൈസ വേണ്ട. നമ്മുടെ കർത്താവ് ആരാണ്? ഇങ്ങോട്ട് തരുന്നവൻ, അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ലൊരളവ് മടി തരുന്നവൻ, ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പറയണം ദൈവമക്കളെ, എന്ത് പാടല്ലേ! ആ വാക്യം ഒന്ന് കാണാപ്പാടം പഠിച്ചിട്ട് രാവിലെ വൈകിട്ടും ഉച്ചയ്ക്കൊക്കെ 3 പ്രാവശ്യം ഒന്ന് വിളിച്ചു പറയാമോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും യേശുക്രിസ്തുവിന്റെ ദാരിദ്ര്യത്താൽ ഞാൻ സമ്പന്നനാകേണ്ടതിന് യേശുക്രിസ്തു ദരിദ്രനായി തീർന്ന ദൈവകൃപ അത് ഞാൻ അറിയണം. എത്ര പേർക്കറിയാം? പാട്ടും നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ. അപ്പൊ നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ ഇന്നും അറിയേണ്ടതുപോലെ എത്ര പേർ അറിയുന്നുണ്ട്? ഈ 2 കൊരിന്ത്യർ 8-9 ഒത്തിരി പ്രാവശ്യം വായിച്ചു വിട്ടില്ലേ? എന്നാൽ നമ്മുടെ യേശുക്രിസ്തു സമ്പന്നനാണെന്ന് എന്നെ വിളിച്ചു പറയാഞ്ഞത്, ഞെരുക്കങ്ങൾ വന്നപ്പോൾ, ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകൾ വന്നപ്പോൾ, കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാനില്ലാതെ വന്നപ്പോൾ എന്തുകൊണ്ട് വിളിച്ചു പറഞ്ഞില്ല? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനാണ്. ഞാൻ കർത്താവിന്റെ മകനാണെങ്കിൽ ആ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ എനിക്ക് കർത്താവ് എന്ത് തരും? സമ്പത്ത് തരും. അപ്പം അത് നമ്മൾ പറയണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും യേശുക്രിസ്തുവിന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് യേശുക്രിസ്തു ദരിദ്രനായി തീർന്ന ദൈവകൃപ നമ്മൾ അറിയണം. 2 കൊരിന്ത്യർ 9:11 വായിക്കാമോ? നമ്മളെ എങ്ങനെയാണ് സമ്പന്നരാക്കുന്നത്? 2 കൊരിന്ത്യർ 9:11. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. അവിടെ പറയുകയാണ്, പിന്നെ പൗലോസ് പറയുകയാണ്, എങ്ങനെ സമ്പന്നനാകണം? സകലത്തിൽ സമ്പന്നനാകണം. എന്നാ എന്ത് പറഞ്ഞതിൽ അർത്ഥം? ഇന്ന് അനേകം ആളുകൾ പണത്തിൽ സമ്പന്നരാണ്, പക്ഷേ അവർ പല കാര്യങ്ങളിലും നിരാശരാണ്. അവർക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നമുണ്ട്, അവർക്ക് കുടുംബത്തിൽ ഡൈവോഴ്സ് പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഈ പണം ഉണ്ടായിട്ടും പല കാര്യങ്ങളും നടക്കുന്നില്ല. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട വലിയ കാര്യം എന്താണ്? നമ്മളെ സകലത്തിലും സമ്പന്നരാക്കും. നമുക്ക് രോഗം വന്നേക്കാം, പ്രതികൂലം വന്നേക്കാം, പ്രതിസന്ധി വന്നേക്കാം, പ്രശ്നങ്ങൾ വന്നേക്കാം. എന്നാൽ ഞാനും നിങ്ങളും വിളിച്ചു പറയണം, പിശാചേ, ഞാൻ സകലത്തിലും സമ്പന്നനാണ്. ഞാൻ
സകലത്തിൽ ശായല്ല സകലത്തിലും സമ്പന്നനാണ്. അത് ഇനി അടുത്തത് വായിക്കാം. ലൂക്കോസ് 12:21. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 21-ാമത്തെ വാക്യം. യേശുക്രിസ്തു പറയുകയാണ്, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകും. തൊട്ട് മുകളിലൊക്കെ പറയുന്നുണ്ട്, ഭൂമി നന്നായി വിളഞ്ഞ ധനവാൻ നല്ല അധ്വാനിയായിരുന്നു കേട്ടോ. എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ്. കാരണം അലസനല്ല, അധ്വാനിക്കുന്നവനാണ് പുള്ളി. ഭൂമിയെ നന്നായി വിളഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഈ കൊല്ലം നല്ല വിളവായിരിക്കും, ഞാൻ ഇപ്പോഴത്തെ അറയൊക്കെ പൊളിച്ച് വലുത് പണി, എന്നിട്ട് എല്ലാം അതിൽ കൂട്ടിവെക്കും, എന്നിട്ട് ഞാൻ ഏറിയ ആണ്ടുകൾ എന്ത് ചെയ്യും, ഞാൻ തിന്നു കുടിച്ച് സുഖമായിട്ട് ജീവിക്കും. അത്രമേ പറഞ്ഞുള്ളൂ, ഹൃദയത്തിലേ പറഞ്ഞുള്ളൂ. അന്ന് രാത്രി കർത്താവ് അവനെ വിളിച്ച് മൂടാ. അന്ന് രാത്രി പോയി. അന്ന് രാത്രി പുള്ളി തട്ടിപ്പോയി. എന്ത് മനസ്സിലായി? നല്ല ആയുസ് പോലും കിട്ടാതെ പുള്ളി പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മരിക്കേണ്ടതായിട്ട് വന്നു. വായിക്കാം സങ്കീർത്തനങ്ങൾ 49:6. സങ്കീർത്തനങ്ങൾ 49:6. അവിടെ പറയുകയാണ്, സമ്പത്തിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്. അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുന്നു, ധനസമൃദ്ധിയിൽ പ്രശംസിക്കുന്നു. അല്ലേ? അവര് പുതിയ പുതിയ ബിസിനസ്സൊക്കെ ലാഭം കിട്ടുമ്പോൾ അവര് ആ ബിസിനസ്സുകാരൊക്കെ തമ്മിൽ എന്നാ പറയും, അന്ന് പ്രശംസിക്കും. ഈയിടെ നല്ലൊരു ഓർഡർ കിട്ടി, ഞാനത് നല്ല ബുദ്ധിയിലൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് നല്ല ലാഭമാണ് കിട്ടിയത്. സമ്പത്തിൽ പ്രശംസിക്കുക, സമ്പത്തിൽ ആശ്രയിക്കുക. അതിന്റെ 14-ാമത്തെ വാക്യം നോക്കിക്കേ. വല്ല മനസ്സിലായോ? അവരെ പാതാളത്തിനാടുകളായി നിയമിച്ചിരിക്കും. ഒരു നിയമന സ്വർഗത്തിൽ നടക്കുകയാണ്. കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സമ്പത്തിലെ ആശ്രയം ഉണ്ടെങ്കിൽ ഉടനെ ഒരു നിയമനം കൊടുക്കും. നീ പാതാളത്തിന്റെ ആടായി ജീവിച്ചോളം പറയും. പിന്നെ മേയ്ക്കുന്നത് ആരാണ്? മൃത്യുവാണ് അവരെ മേയ്ക്കുന്നത്. എന്ത് മനസ്സിലായി? അതാണ് മുമ്പേ മൃത്യു മേച്ച ഭൂമി നന്നായി വിളഞ്ഞ മനുഷ്യന്റെ കാര്യം കണ്ടില്ലേ? പെട്ടെന്ന് മൃത്യു മേച്ചുകൊണ്ട് പോയി. ഇനി താഴോട്ട് വായിക്കാം 19-ാം വാക്യം. അവർ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്ന് ചേരും. എവിടെ അടക്കിയത്? കുടുംബക്കല്ലറെ. ഞങ്ങൾ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. കാരണം ഒരൊറ്റയെണ്ണം വെളിച്ചം കാണത്തില്ല, കെടാതെ സൂക്ഷിക്കുന്നെന്ന് പറഞ്ഞത്. വല്ല മനസ്സിലായോ? സമ്പത്തിൽ ആശ്രയിക്കുക. കുഞ്ഞുങ്ങളെ പോലും പഠിപ്പിക്കുന്ന എന്താണ്? മക്കളെ നല്ലോട്ട് പഠിക്കണം, നല്ല ജോലി കിട്ടണം, നല്ല വരുമാനമുണ്ട്, നിനക്ക് നല്ല ഭാവിയുണ്ട്, ഇതെല്ലാം പറഞ്ഞ് പഠിക്കുക. ആ സമയത്ത് അവരെ എന്താക്കിക്കൊണ്ടിരിക്കുക? പാതാളത്തിന്റെ ആടുകളെ സ്വർഗം നിയമിച്ചിട്ട് മൃത്യു മേയുകയാണ്. അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല. അവരെല്ലാം പിതാക്കന്മാരുടെ തലമുറയോട് ചെന്ന് ചേരും. വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 6:24. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യം. എന്നാൽ സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയി. നമ്മുടെ കർത്താവ് പറയുകയാണ്, സമ്പന്നന്മാരോട് പറയുകയാണ്, സമ്പന്നന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. പാവപ്പെട്ടവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് ബൈബിളിൽ ഇല്ല കേട്ടോ. സമ്പന്നന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക്. 73-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് പഠിക്കുമ്പോൾ, ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യ സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു, അവർ മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല. ഇങ്ങനെ അവരെക്കുറിച്ച് പറയുകയാണ്. അവരെ വഴിവഴിപ്പിൽ നിർത്തിയതൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നാൽ ലൂക്കോസ് 16:24 എടുക്കാമോ? അവിടെ യാതനാസ്ഥലത്ത് ചെന്ന ധനവാനോട് അവിടെ ഒരു സംഭാഷണം നടക്കുന്നുണ്ട് അബ്രഹാമുമായിട്ട്. എന്നോട് കരുണയുണ്ടാകണമേ, ദാസന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. ഇനിയും അബ്രഹാം പിതാവിന്റെ മറുപടി കേട്ടോണം. മകനെ
നിന്റെ ആയുസ്സിൽ നീ നന്മ അനുഭവിക്കും. ലാസർ ഔവണ്ണം തിന്മ. ഇപ്പോൾ ലാസർ ഇവിടെ നന്മ, നിനക്കിവിടെ തിന്മ. വെല്ലംപിടി കിട്ടിയോ? കാരണം ദൈവരാജ്യത്തിൽ കടക്കത്തില്ലെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പോലും ഈ സത്യം അറിയാതെ ജീവിച്ച് സമ്പത്തിൽ ആശ്രയിച്ച് അതിൽ പ്രശംസിച്ച് നടന്നു. ചിലപ്പോൾ ഈ ലാസറിനെ കുറിച്ചും പറഞ്ഞു കാണും, ഇവൻ എൻ്റെ കൂടെ പഠിച്ചവനാ, അന്നവൻ പഠിച്ചില്ലായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് കൊണ്ടാണ് ഇന്ന് നിലയിൽ വന്നത്. സമ്പത്തിൽ ആശ്രയിച്ച് ജീവിച്ചു, എവിടെ പോയി? അപ്പൊ ഇന്നും അനേകം ആളുകൾ വിചാരിക്കും 71 സങ്കീർത്തനത്തിൽ ആസാഫ് കണ്ട ധനവാനെ പോലെ, അയ്യോ ഞങ്ങൾ നിത്യ സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിക്കുന്നു, ഞങ്ങൾക്ക് ഒരു പല്ലുവേദന പോലുമില്ല, ഒന്നും ബാധിക്കപ്പെടുന്നില്ല. അത് സൂക്ഷിക്കണം. കാര്യം എന്താണ്? അങ്ങനെ നിത്യ സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിച്ചാൽ നിത്യത നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങൾ വരാറുണ്ടോ? പ്രയാസങ്ങൾ വരാറുണ്ടോ? പ്രതിസന്ധികൾ വരാറുണ്ടോ? എപ്പോഴും നല്ലതാണ്. കാരണം എന്താണ്? നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരോട് നമ്മുടെ യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു, ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. ഇനിയും നമുക്ക് വായിക്കാം സദൃശ്യവാക്യങ്ങൾ 11:4 വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 11:4 വായിക്കാം. മതി. ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല. വില ഉപകരിച്ചായിരുന്നു ധനവാനും, കോടിക്കണക്കിന് സമ്പത്തുണ്ടായിരുന്നല്ലോ. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രോധ ദിവസം വരുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുമായിരിക്കും അല്ലേ? ഞാൻ 1-2 ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഞാൻ അറിഞ്ഞത് വേണമെങ്കിൽ പറയാം. ഒരു മനുഷ്യന് ഗൾഫിൽ ജോലിയായിരുന്നു, 80 ലക്ഷം രൂപ ആയപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുന്നേ നിർത്തിപ്പോകുന്ന അനി മതി ജീവിക്കാം. ആ പുള്ളിക്ക് ഇവിടെ വന്ന് ക്യാൻസർ പിടിച്ചു. ഈ ക്യാൻസർ പിടിച്ചപ്പോൾ 80 ലക്ഷം രൂപയും ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ചിലവായി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പൊട്ടി മരിക്കുകയും ചെയ്തു. എല്ലാം മനസ്സിലായോ? ക്രോധ ദിവസത്തിൽ സമ്പത്ത്, ഇതൊക്കെ മനസ്സിൽ കടക്കണം, വിട്ടുപോകൽ. ഇതൊക്കെ ദൈവം വെച്ച വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ കിടക്കും. അനേകർക്ക് കൊടുക്കണം ദൈവമക്കൾ, അനേകർ അറിയട്ടെ. ഇന്ന് അനേകം ആളുകൾ സമ്പത്തിൽ ആശ്രയിച്ച് നിത്യത നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ക്രോധ ദിവസത്തിൽ സമ്പത്ത് എന്ത് ചെയ്യത്തില്ല? ഉപകരിക്കത്തില്ല. ഒരു വാക്യം കൂടെ, സദൃശ്യവാക്യങ്ങൾ 11:16. സദൃശ്യവാക്യങ്ങൾ നല്ല മിടുക്കനാണ്. പുള്ളി ഒരു പൈസയും കളയത്തില്ല കേട്ടോ, നല്ല മനുഷ്യനാണ്. താൻ ഭാഗ്യവാനെന്ന് എല്ലാവരും പറയും, പക്ഷെങ്കിൽ വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കും. അപ്പം ഒന്നാമതായി സമ്പത്തിൽ ആശ്രയിക്കാതെ നമുക്ക് ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ചിന്തിച്ചത്. ഒന്ന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും യേശുക്രിസ്തുവിൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് യേശുക്രിസ്തു ദരിദ്രനായി തീർന്ന ദൈവകൃപ ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണം. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എൻ്റെ ജീവിതത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായപ്പോൾ, എല്ലാവരും കണ്ടും കാണാതെ പോയപ്പോൾ എനിക്കൊരു അറിവുണ്ടായി. എനിക്കൊരു സഹായകൻ ആ വാനിലുണ്ട്, സ്വർഗത്തിലുണ്ട്. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവിങ്കിൽ നിന്ന് വരും. രണ്ടാമതായി, നമ്മൾ സമ്പത്തിൽ ആശ്രയിക്കാതെ നമുക്ക് ഈ ലോകത്തിലെ സമ്പത്തിൽ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം വാക്യം. നീ സമ്പന്നനാകേണ്ടതിന് ക്രിസ്തു പറയാണ്, യേശു ക്രിസ്തു പറയാണ്. വെളിപ്പാട് 3:18. അവിടെ യേശുക്രിസ്തു പറയുകയാണ് നീ സമ്പന്നനാകേണ്ടതിന്. അപ്പൊ ഈ പുള്ളിക്കാരനുണ്ടല്ലോ, ഇപ്പം ഒരാളോട് പറയുകയല്ലേ, ഒരു സഭയുടെ ദൂതനോട് പറയുക. അതിന്റെ 17-ാം വാക്യത്തിൽ ആ പുള്ളി വലിയ ജാടയായിരുന്നു കേട്ടോ. പുള്ളി പറയാൻ, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവനോട് വിരലിലൂടെ പറയുകയാണ്, നീ നിർഭാഗ്യവാൻ, നീ അരിഷ്ടൻ, നീ ദരിദ്രൻ,
നീ നഗ്നൻ, നീ കുരുടനെന്ന് നീ അറിയുന്നില്ല. വല്ലതും മനസ്സിലായോ? അങ്ങേര് വിചാരിച്ചിരിക്കുന്ന ഇവിടെ ഏതാണ്ട് 10 ചക്രം ഉണ്ടാക്കിയ സമ്പന്നനാണെന്നുള്ളതാണ്. അല്ല ദൈവമക്കളെ, നീ സമ്പന്നനാകേണ്ടതിന് 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു പറയാണ്, യേശുക്രിസ്തു പറ, ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരികയാണ്, ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരികയാണ്. നീ സമ്പന്നനാകേണ്ടതിന് 3 കൂട്ടം കാര്യങ്ങൾ യേശുക്രിസ്തുവിൽ നിന്ന് വിലയ്ക്ക് വാങ്ങണം. എന്തൊക്കെയാണ്? തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. എൻ്റെ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ബൈബിൾ സൊസൈറ്റിയുടെ 100 രൂപയുടെ ബൈബിൾ അല്ല കേട്ടോ. ഇതിൽ മറഞ്ഞിരിക്കുന്ന തീയിൽ ഊതിക്കഴിച്ച തങ്കത്തെക്കാളും പൊന്നിനേക്കാളും വിലയേറിയ മുത്താണിത്. ഇത് ഇത് തീയിൽ ഊതിക്കഴിച്ച പൊന്നാണ്. ഇതിൽ വലിയ ഒരു മനുഷ്യന് നിധി ഒളിപ്പിച്ച് പക്ഷെ വയൽ കണ്ടിട്ട് വന്നിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങിയെന്ന് യേശുക്രിസ്തു പറയുന്നത് പോലെ ഇത് വലിയ തീയിൽ ഊതിക്കടിച്ച പൊന്നാണ്. ഇതിന്റെ വില നമുക്ക് നിർണ്ണയിക്കാൻ പോലും പറ്റത്തില്ല. നമ്മൾ പാടാറുമില്ലേ അല്ലേ? തങ്കത്തെക്കാളും ഒക്കെ ഇതിന് വിലയുണ്ടെന്നൊരു പാട്ടില്ലേ? അപ്പൊ തീയിൽ ഊതിക്കടിച്ച പൊന്ന്, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ്. ആദമും ഹവ്വയും അത്തിയില കൂട്ടിത്തുന്നി അത് അവർക്ക് നഗ്നതയുണ്ടാക്കി. പക്ഷെങ്കിൽ കർത്താവ് അവർക്ക് ഉടുപ്പ് കൊടുത്തതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഇന്നും എൻ്റെ നിങ്ങളുടെ ആത്മീയ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് യേശുവിൻ്റെ കയ്യിലാണ്. ആത്മീയ നഗ്നത മറയ്ക്കണമെങ്കിൽ, ഞാനും നിങ്ങൾ തേജസ്സാകുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഈ വെള്ളയുടുപ്പ് യേശുവിൻ്റെ കയ്യിൽ നിന്നും വിലയ്ക്ക് വാങ്ങണം. മൂന്നാമത്, നിനക്ക് കാഴ്ച ലഭിക്കാൻ കണ്ണിലിടുന്ന ലേപം. പൗലോസ് അപ്പോസ്തലന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പുല പോലെ ഒരു സാധനം നിലത്ത് വീണപ്പോഴാണ് ഇത് ആത്മീയം എന്താണെന്ന് മനസ്സിലായത്. അതുവരെ മതഭ്രാന്തായിരുന്നു, മതഭ്രാന്ത്. ഞാനും നിങ്ങളും ജനിച്ച സമുദായത്തിന്റെ ആ ഭ്രാന്ത് പിടിച്ചിട്ട് അതിന്റെ പിന്നാലെ ഓടി നടന്നു. ക്രിസ്തുവിനെ അറിയാതെ പോയ പാതയിൽ ക്രിസ്തു തേടി വന്നു. എനിക്കും നിങ്ങൾക്കും ആ സമ്പത്തിൽ ആശ്രയിക്കാതെ ഞാനും നിങ്ങളും സമ്പത്തുള്ളവരായി ഇവിടെ ജീവിക്കണമെങ്കിൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമാണ് യേശു ക്രിസ്തുവിനോട് ഈ പറഞ്ഞ 3 കൂട്ടം കാര്യങ്ങൾ വിലയ്ക്ക് വാങ്ങി നമ്മൾ എന്ത് ചെയ്യണം? സമ്പന്നരാകണം. എത്ര പേര് വിലയ്ക്ക് വാങ്ങി? എത്ര പേര് യേശുവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് ഈ 3 കൂട്ടം കാര്യങ്ങളും വേണമപ്പ? എന്തൊക്കെയാണ്? തീയിൽ ഊതിക്കഴിച്ച പൊന്ന് വേണമപ്പ, എൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ ഒന്നും ധരിക്കേണ്ടതിന് വെള്ളയോട് എന്ന് പ്രാർത്ഥിക്കാൻ മേല ദൈവമക്കൾ. ഈ വചനം കാണപ്പെടാൻ പഠിച്ചിട്ട് എന്തിനാ ഇത് യേശുവിനോട് വിലയ്ക്ക് വാങ്ങിക്കുന്നത്? ആ വെളിപ്പാട് 3:18 തുടങ്ങുന്നത് എങ്ങനാ? നീ സമ്പന്നനാകേണ്ടത്. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം മുമ്പ് നമ്മൾ കണ്ടു. കിടക്കുന്നു വലിയ പറച്ചിലൊക്കെ പറഞ്ഞതാ, ഓ ഞാൻ ഒത്തിരി നാൾ ജീവിക്കും, അടിച്ച് പൊളിച്ച് ജീവിക്കും അല്ലേ? വേറൊരു വ്യക്തി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, 10-20 കൊല്ലങ്ങൾക്ക് മുന്നേ അദ്ദേഹം 90 ലക്ഷം രൂപ സമ്പാദിച്ചു. സൗദിയിലായിരുന്നപ്പോൾ ബാങ്കിലിട്ടു. അദ്ദേഹം പറഞ്ഞു, അന്നത്തെ 25 കൊല്ലം മുമ്പിലത്തെ കാര്യമാണ്, 1 CR ആകുമ്പോൾ ഞാൻ നിർത്തിഞ്ഞ് പോരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിക്കൊരു തോന്നൽ, അവിടെ ഒരു മാർജിൻ ഫ്രീ കട തുടങ്ങണം. അപ്പോൾ സൗദിയിലൊക്കെ കട തുടങ്ങണമെങ്കിൽ ഷെയ്ക്കിനെ സ്പോൺസർ ചെയ്യണം അല്ലേ? ആ പുള്ളിയുടെ പേരിൽ ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ. 90 ലക്ഷം രൂപയും അവിടെ മുടക്കി. അതിൻ്റെ രജിസ്റ്റേർഡ് ഓണർ ആരാണ്? ഈ സൗദി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? എക്സിറ്റ് അടിച്ചിട്ട് പാസ്പോർട്ടും എടുത്ത് ടിക്കറ്റും കൂടെ കയ്യിലോട്ട് കൊടുത്തു. നാട്ടിൽ പോരണ്ടായിട്ട് വന്നു. തിരുവനന്തപുരത്ത് വന്ന് പ്ലെയിൻ ഇറങ്ങി. ആ വ്യക്തി വട്ടനായി പോയി. 1 കോടി രൂപ അതിലേക്ക് പോയി. സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും. എത്ര കാര്യങ്ങളാണ് ഓരോരുത്തരെ കുറിച്ച് പറയുവാനുള്ളത്. 10 തലമുറ കഴിക്കാനുണ്ടാക്കിയതായ ഒരാള് ഇവിടെ തെക്ക് സൈഡിലെങ്ങാണ്ട് പുള്ളിയെക്കുറിച്ച് പറഞ്ഞത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ മൊത്തം തീർന്നെന്നാണ് പറഞ്ഞത്. ഇന്ന് അനേകരെ സമ്പത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ സമ്പന്നനാകാൻ, സ്വർഗം പറഞ്ഞ വഴിയെ പോകാൻ യേശു പറയുക, ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരികയാണ്. എൻ്റെ യേശുവപ്പ, ഞാൻ സമ്പന്നനാകാൻ നീ ആഗ്രഹിക്കുന്നല്ലോ. കർത്താവെ എനിക്കെന്ത് വേണം? തീ ഊതിക്കഴിച്ച പൊന്ന് വേണം. വീട്ടില് ഈ ബൈബിൾ സൊസൈറ്റിയുടെ വേദോസം ഉണ്ടെന്ന് വിചാരിച്ച് അഭിമാനിച്ചല്ല ഇരിക്കേണ്ടത്. തീയിൽ ഊതിക്കഴിച്ച പൊന്ന് യേശുവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്.
ജ്ഞാനത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ നിക്ഷേപങ്ങൾ യേശുവിൽ ബുദ്ധമാണ്. ഇപ്പം തീരെ ഒതുക്കഴിച്ച പൊന്നി എനിക്ക് വേണം, ഇതിന് വിലയുണ്ട്, അല്ലാതെ ഇത് വെറും വിലയില്ലാത്ത പരിപാടിയല്ല. രണ്ട്, അവിടെ പറയുന്നു നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ കൊണ്ട് ധരിക്കേണ്ടതിന് വെള്ളി ഉടുപ്പ്, അത് യേശു വിലയ്ക്ക് നൽകണം. മൂന്ന്, കാഴ്ച ലഭിക്കാൻ കണ്ണിലിടുന്ന ലേപം. ഇത് മൂന്നും യേശുവിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയാൽ നീ ആരാകും? സമ്പന്നനാകും. ഇനി മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടതായ കാര്യം കൊലോസ്യർ 2:2. കൊലോസ്യ ലേഖനം 2:2. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം. മതി. മൂന്നാമത് ചെയ്യേണ്ട കാര്യം ക്രിസ്തു എന്ന വിവേകപൂർണതയുടെ സമ്പത്ത് നമ്മൾ പ്രാപിക്കണം. ക്രിസ്തു എന്ന കൊലോസ്യർ 2:2, ക്രിസ്തു എന്ന വിവേകപൂർണതയുടെ സമ്പത്ത് നമ്മൾ പ്രാപിക്കണം. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് പ്രാപിച്ചിട്ടുണ്ട്? ക്രിസ്തു എന്ന വിവേകപൂർണതയുടെ സമ്പത്ത് നമ്മൾ പ്രാപിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ എന്ന പാട്ട് പാടാൻ ബുദ്ധിമുട്ടുണ്ടോ? ഈ ഒരു ഇരടി മാത്രം, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഇനി സദൃശ്യവാക്യങ്ങൾ 4:7 വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. സദൃശ്യവാക്യങ്ങൾ 4. നിന്റെ സകല സമ്പാദ്യത്തെക്കാളും വിവേകം നേടുക. സകല സമ്പാദ്യത്തെക്കാളും വിവേകം നേടുക. എന്താണ് വിവേകം? അയ്യോ, നിന്റെ കൊച്ചിന് നല്ല ഐക്യവാ അല്ലേ? ചില അമ്മമാരും അപ്പന്മാരും ഒക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുമെന്ന് തന്നെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് വായിക്കേണ്ട കാര്യമില്ല, ഫുൾ A+ ആണെന്ന് പറയുന്നത്. നല്ല വിവേകമല്ലേ? എന്താ വിവേകം? വായിക്കാം. സദൃശ്യവാക്യങ്ങൾ തന്നെ 9-ാം അധ്യായം 10-11 വാക്യങ്ങൾ. സദൃശ്യവാക്യങ്ങൾ 9-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അവിടെ പറയാണ് പരിശുദ്ധനാകുന്ന നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ് വിവേകം. നല്ല അറിവാണ്. അയ്യോ, പുള്ളിക്ക് നമ്മുടെ പിള്ളേർക്ക് നല്ല അറിവാണ്, അഭിമാനിക്കുകയാണ്. എന്നാൽ പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനമോ? ഈയിടെ ഒരു ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരാളും ഒരു യൗവനക്കാരനുമാണ് സംസാരിച്ചപ്പോൾ ബൈബിൾ വായിക്കാൻ നോക്കിയിട്ട് പുള്ളി വായിക്കാൻ വലിയ പാടാണ്. എന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് ബൈബിളൊക്കെയാണ് വായിക്കുന്നത്, പിന്നെ മലയാളം ലിപിയൊന്നും അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. എന്തൊരു പോട്ടെ. പക്ഷെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞത്? പരിശുദ്ധനെ കുറിച്ചുള്ള, ഇംഗ്ലീഷ് ആയാലും കുഴപ്പമില്ല, തമിഴായാലും കുഴപ്പമില്ല, ഹിന്ദി ആയാലും കുഴപ്പമില്ല, പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം, അതാണ് വിവേകം. അതുകൊണ്ടുള്ള ഗുണം എന്താ? അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചത്. കർത്താവ് പറയുകയാണ്, കർത്താവ് മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ് ഉണ്ടാവും. ഭൂമിയിൽ നിന്നുള്ള മനുഷ്യന് ഈ കൃഷിയിൽ ഡോക്ടറേറ്റ് ഉണ്ടായിരുന്ന ആളായിരിക്കാം അല്ലേ? എങ്ങനെ കൂടുതൽ കൃഷിയിൽ ആദായം ഉണ്ടാക്കാമെന്ന് ചിന്തിച്ച ആളായിരിക്കും, കഷ്ടപ്പെട്ട ആളായിരിക്കും. പക്ഷെ എന്തില്ലായിരുന്നു? പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനമാകുന്ന വിവേകമില്ലായിരുന്നു. അതുകൊണ്ടാണ് നാളുകൾ വർദ്ധിക്കാഞ്ഞത്, ദീർഘായുസ് കിട്ടാഞ്ഞത്. ഇന്ന് നമ്മൾ വായിച്ച 91-ാം സങ്കീർത്തനത്തിലെ ദീർഘായുസ് കൊണ്ട് കർത്താവ് നമുക്ക് തൃപ്തി തരും. ഇനി 4-ാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിട്ട് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നമ്മൾ ഉണ്ടാക്കണം. എബ്രായ ലേഖനം 10-ാം അധ്യായം 34 മുതൽ അങ്ങ് വായിക്കാം, 39 വരെ വായിക്കണം. എബ്രായ ലേഖനം 10-ാം അധ്യായം 34 മുതൽ 39 വരെ വായിക്കണം. നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയും. അവിടെ പറയുകയാണ്, നിങ്ങൾക്ക് സ്വർഗത്തിൽ എന്തുണ്ട്? ഉത്തമ സമ്പത്ത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം എന്ന് പറഞ്ഞാല് ഈ ക്രിസ്തീയ ജീവിതത്തില് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കർത്താവിനെ ഇങ്ങനെ പിൻപറ്റുമ്പോൾ അല്ലേ, പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വരുമാന മാർഗങ്ങൾ അടയുന്നു, രോഗങ്ങൾ വരുന്നു, നിരാശയുടെ അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ധൈര്യമെല്ലാം ചോർന്നു പോവുകയാണ്.
സാത്താൻ എന്ത് ചെയ്യുകയാണ്? പിന്നെ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കുമ്പോൾ ഞാനും നിങ്ങളും അതിന് വശംവദരാകാതെ, ഈ വാക്യത്തിൽ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. കാരണം നമ്മളെ കർത്താവിന്റെ ആത്മാവിനാൽ ഉറപ്പിച്ച് നമുക്ക് തരുന്ന ആത്മാവ് ധൈര്യത്തിന്റെ, സുബോധത്തിന്റെ, സ്നേഹത്തിന്റെയും ആത്മാവാണ്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ കർത്താവിനോട് പറയുന്ന, പിതാവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അധികമായി തരണമേ. ആ കർത്താവിന്റെ പാദപീഠത്തിൽ ഇങ്ങനെ ലജ്ജ കൂടാതെ മുട്ടിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, താഴോട്ട് വായിച്ച്, നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള സഹിഷ്ണുത വേണം. അനേർക്ക് ഈ പ്രതികൂലം വരുമ്പോൾ സഹിഷ്ണുത എല്ലാം പോവുകയാണ്, നിരാശപ്പെട്ട് ഭാരപ്പെട്ട് സങ്കടപ്പെടുകയാണ്. അടുത്തത്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവിടെയും പറയുകയാണ്, എന്റെ നീതിമാൻ വിശ്വാസം. എല്ലാം മുന്നോട്ട് പോയാത്ത പ്രതികൂലങ്ങളൊക്കെ വരുമ്പോഴും ഞാനും നിങ്ങൾ പറയണം, എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാൻ ജീവിക്കുന്നു, ഞാൻ യേശു ക്രിസ്തുവിന്റെ നീതിമാനാണ്, എന്നെ നീതിമാനാക്കാനാണ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ. അടുത്തത്, അപ്പൊ ഈ സമയത്ത് പിന്മാറാനുള്ള സാധ്യത ഒത്തിരി ഉണ്ട്. ഇതിൽ കൂടുതലൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പിന്മാറുന്നതായ അനുഭവം, പിന്മാറ്റം. അടുത്തത്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. അവിടെ എന്താ പറഞ്ഞത്? ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിട്ട് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നമ്മൾ ഉണ്ടാക്കണം. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത്, സ്വർഗത്തില് നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിക്കണം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, അവിടെ പറയുന്നത്, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്, നിങ്ങൾ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഇങ്ങനെ ഒരു കൂട്ടം 24 കൊല്ലമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. എന്താ ഉദ്ദേശം? എനിക്ക് സ്വത്രയാഴ്ച എടുക്കാനൊന്നുമല്ല, ആരുടെ ദശാംശം മേടിക്കാനല്ല, ഒറ്റ ഒരു ഉദ്ദേശമേ ഉള്ളൂ. ഇവിടെ വരുന്നവരെല്ലാം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരാകണം. ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു ലാക്ക്, വേറെ ഒന്നുമില്ല. അപ്പം അവിടെ പറയുകയാണ്, അങ്ങനെ ഒരു കൂട്ടം വേണം. എന്താണ്? അതിനാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കണം. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം ദൈവമക്കളെ. കാര്യം എന്താണ്? ഇത് ഇല്ലാതാക്കാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെയും പ്രാർത്ഥിക്കണം, കടന്നു വരണം. ഞാനും നിങ്ങൾ നാം ഒന്നിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തണം. എല്ലാവരും യേശുവിലേക്ക് ആകർഷിക്കണം. ഒരേ ഒരു സംഗതി മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാനും നിങ്ങളും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ജീവിക്കുമ്പോൾ നമ്മൾ സകല മനുഷ്യത്തെയും കവിയുന്ന ദൈവിക സമാധാനം അനുഭവിച്ചുകൊണ്ട് സാത്താനോട് എതിർത്ത് നിന്ന് ഞാനും നിങ്ങൾ ജയാളികളായി ജീവിക്കണം. ഇവിടെ കണ്ടോ, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നമ്മൾക്കുണ്ടെന്നറിയണം. 1 പത്രോസ് 1:4 എടുക്കേണ്ട. അവിടെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷയം പാട്ടും മാലിന്യമില്ലാത്ത അവകാശത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പാട്ടുകാരൻ പാടിയില്ലേ, എനിക്കായൊരു സമ്പത്ത് ഉയരെ സ്വർഗനാടതിൽ ഒരുക്കുന്നുണ്ടേശുനാഥൻ. എനിക്കായൊരു സമ്പത്ത് ഉയരെ സ്വർഗനാടതിൽ ഒരുക്കുന്നുണ്ടേശുനാഥൻ. ദൈവമക്കളെ, നമ്മുടെ മക്കളെ കെട്ടിക്കാൻ 5 പൈസ കയ്യിലില്ലെങ്കിലും നിരാശപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവ് സമ്പന്നനായ ക്രിസ്തു എനിക്ക് വേണ്ടി സ്വർഗത്തിൽ സമ്പത്ത് ഒരുക്കുന്നവനാണ്. നമ്മൾ പ്രഖ്യാപിക്കണം ദൈവമക്കളെ. 4 കൂട്ടം കാര്യങ്ങൾ കണ്ടല്ലോ. സമ്പത്തിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിൽ ആശ്രയിച്ച്, ക്രിസ്തുവുമായി പറ്റിച്ചേർന്ന്, ക്രിസ്തുവിനെ സ്നേഹിച്ച്, മാമോനെ പകച്ച്, മാമോനെ നിരസിച്ച് ജീവിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഒന്നും കൂടെ ഞാൻ പറയാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും യേശുക്രിസ്തുവിന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് യേശുക്രിസ്തു ദരിദ്രനായി തീർന്ന ദൈവകൃപ നമ്മൾ അറിയണം. 2, ക്രിസ്തുവിനോട് 3 കൂട്ടം കാര്യങ്ങൾ വിലയ്ക്ക് വാങ്ങി നമ്മൾ സമ്പന്നരാകണം. 3, ക്രിസ്തു എന്ന വിവേകപൂർണ്ണതയുടെ സമ്പത്ത് നമ്മൾ പ്രാപിക്കണം. 4, ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിട്ട് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ദൈവമക്കളെ,
പൗലോസ് അപ്പോസ്തലൻ എബ്രായലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു സഭായോഗം പോലും മുടക്കരുതെന്ന്. ഇതില് ഇന്നിപ്പോൾ ഈ പ്രസംഗം ഇവിടെ പ്രസംഗിച്ചു. നമ്മുടെ നടുവിൽ യേശുക്രിസ്തു കടന്നു വന്നിട്ട് എന്താ ചെയ്യുന്നത്? ശിഷ്യന്മാർ പ്രസംഗിക്കുമ്പോൾ കടന്നു വരുന്ന യേശുക്രിസ്തു അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഇന്ന് ഉറപ്പിക്കുകയാണ്. ഉറപ്പിക്കന്നെ എന്നാദാ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്തന്മാർത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ദൈവം ചെയ്യുന്ന 4 കാര്യങ്ങൾ വേഗത്തിൽ വായിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അവിടെ പറയുകയാണ്, അനേകം ആളുകള്, ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി ആളുകള്, എൻ്റെ കൈയും എൻ്റെ ബലവും ഈ സമ്പത്തും, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്താണ്, കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി, കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്തു, കഷ്ടപ്പെട്ട് കൃഷി ചെയ്തു, അല്ലേ? അനേകർ പറയട്ടെ എൻ്റെ ശക്തി. ഞാനൊന്ന് ചോദിക്കോട്ടെ, 18-ാം വാക്യം എന്നാ പറയുന്നത്? അപ്പം ദൈവം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മൾക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരും. ചോദിക്കട്ടെ, ഈ ശക്തി തന്നില്ലായിരുന്നെങ്കിലോ? നീ നല്ലതായിട്ട് അധ്വാനിക്കുന്ന ആളാണ്, പഠിക്കുന്ന ആളാണ്, ജോലി ചെയ്യുന്ന ആളാണ്, പക്ഷെ ജോലി ചെയ്യാനുള്ള ശക്തി ഇല്ലാതെ എഴുന്നേക്കാൻ പറ്റാതെ പോയി എന്നാ ചെയ്തേനെ? നോർക്കണം, ചിന്തിക്കണം. ഇന്നും എനിക്ക് കർത്താവ് എന്ത് തന്നിട്ടുണ്ട്? ശക്തി തന്നിട്ടുണ്ട്. ഈ പ്രായത്തിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ശക്തി തന്നിട്ടുണ്ട്. 89 വയസ്സുള്ള വീസ്കുരി സാർ ഇവിടെ ഇരിപ്പുണ്ട്. ആ ശക്തി, ഇവിടെ കടന്നു വരുവാനുള്ള ബലം കർത്താവ് കൊടുത്തില്ലേ? അപ്പൊ ദൈവം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മൾക്ക് സമ്പത്ത് ഉണ്ടാക്കുവാനുള്ള ശക്തി. ഇന്ന് അനേകം നിരാശയിലാണില്ലേ? അയ്യോ, എൻ്റെ പ്രായം പോയല്ലോ, ഇനി എനിക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ ശക്തി ഉണ്ടോ? നമ്മളൊന്ന് പറഞ്ഞാൽ മതി, ദൈവം നമ്മൾക്ക് സമ്പത്ത് ഉണ്ടാക്കുവാൻ ശക്തി. ഒരു വാക്യം വായിക്കാം, സങ്കീർത്തനം 62:10. സങ്കീർത്തനങ്ങൾ 62:10. വേഗത്തിൽ വായിക്കുവാൻ ഞാൻ വേഗത്തിൽ പറഞ്ഞു. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സതിലായി പോകും. ആരുടെയും കുഴപ്പമല്ല. പണ്ട് ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഒരു ഭവനത്തിൽ ഒരു പയ്യൻ, അവനിങ്ങനെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നു. ചെറുപ്പക്കാരൻ പയ്യൻ, 17-18 വയസ്സുള്ള, പണ്ടത്തെ കാലത്തെയാണ്. അപ്പം അവനിത് ആ പകലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ്, അന്നത്തെ കാലത്തൊക്കെ ഈ പശുവിനെ നോട്ടവോ എരുമയെ നോട്ടവോ കാളയോ പോത്തിനെയൊക്കെ നോക്കുന്നവനായിരിക്കാം. ഇവർ ഭക്ഷണം കൊടുക്കത്തേ ഉള്ളൂ. അപ്പം അവൻ അത് കഴിഞ്ഞിട്ട് ഇവന് ദൈവത്തെ അറിയാവുന്നവനുണ്ട്. ഇവൻ ഭയങ്കരമായിട്ടും രാത്രി കടന്ന് അവൻ്റെ ഷെഡിനകത്ത്, അല്ല അവന് കൊടുത്ത് മുറിക്കകത്ത് ഇവനിങ്ങനെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പം ധനവാനായ അവൻ്റെ മുതലാളി ഇങ്ങനെ പറയുകയാണ്, ഇവൻ എങ്ങനെ ഇങ്ങനെ സന്തോഷമായിട്ട് പാടാൻ കഴിയും? അവൻ 1 രൂപ പോലും കൂലി കൊടുക്കുന്നില്ലല്ലോ, അവൻ 1 രൂപ അവൻ്റെ കയ്യിലില്ലല്ലോ, പിന്നെ എങ്ങനെ ഇവന് സന്തോഷിക്കാൻ കഴിയും? എനിക്കാണ് ഇത്രയും പണം ഉണ്ടായിട്ട് പോലും എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഈ വിവരം ഈ മുതലാളി വേറൊരാൾ പറഞ്ഞപ്പം, അതിനാണോ പുള്ളിയുടെ സന്തോഷം ഇപ്പം നിർത്താൻ പറഞ്ഞു. ഡെയിലി ഒരു 10 രൂപ അവന് കൂലിയായിട്ടൊന്ന് കൊടുക്കാൻ പറഞ്ഞു. അവന് ഡെയിലി 10 രൂപ കൂലി കൊടുത്തപ്പോൾ 30 ദിവസമായപ്പോൾ 300 രൂപയായി. അവൻ്റെ പഴയ ട്രങ്ക് പെട്ടി എന്ന് പറയില്ല, നമ്മുടെ ട്രങ്ക് പെട്ടി, അതിനകത്ത് ഇവൻ സൂക്ഷിച്ച് വെച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കെല്ലാം കടക്കാൻ നേരത്ത് ഇവൻ എന്ത് ചെയ്യും? ഈ പൈസ എണ്ണി ഇങ്ങനെ നോക്കും. അപ്പം പിന്നെ മുതലാളി നോക്കുമ്പോൾ ഇവന് പാട്ടുമില്ല. 2 മാസമായപ്പോൾ ഇത്ര രൂപയായി, 3 മാസമായപ്പോൾ ഇത്ര രൂപയായി, 10 മാസമായപ്പോൾ ഇത്ര രൂപയായി. അവൻ പിന്നെ പാട്ടുമില്ല, പ്രാർത്ഥനയില്ല. സന്ധ്യയാകുമ്പോൾ ഇവൻ എന്നാ ചെയ്യുന്നത്? വേട്ടാവളിയെന്നെ വല്ലതും എടുത്തുകൊണ്ട് പോയോ? ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പാട്ടും പോയി, പ്രാർത്ഥന പോയി. ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. സമ്പത്ത് വർദ്ധിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിലേക്ക് മനസ്സ് വെക്കും. ഇനി രണ്ടാമതായി ദൈവം ചെയ്ത കാര്യം, സദൃശ്യവാക്യങ്ങൾ 10:22.
യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. അപ്പൊ അവിടെ കണ്ടു രണ്ടാമതായി ദൈവം ചെന്ന കാര്യം, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമുക്ക് സമ്പത്ത് ഉണ്ടാകും. അപ്പൊ സദൃശ്യവാക്യങ്ങൾ 10:22 യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും. അനേകം ആളുകൾ അധികാലത്ത് എഴുന്നേറ്റ് നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നിടം വരെ 10-16 മണിക്കൂർ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അധ്വാനത്താൽ അതിനോടൊന്നും കൂടത്തില്ല. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ട്. എന്താണ് ദൈവത്തിന്റെ അനുഗ്രഹം? അപ്പോസ്തലപ്രവൃത്തികൾ 3:26 ദൈവമക്കൾക്കറിയാം, ദൈവം നിങ്ങൾക്ക് ആദ്യമേ ക്രിസ്തുവിനെ തന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അല്ലെ, നിങ്ങൾക്കൊക്കെ കാണപ്പാടും അറിയാം. അപ്പം ദൈവം ആദ്യം നമുക്ക് ക്രിസ്തുവിനെ തന്നാണ് അനുഗ്രഹിക്കുന്നത്. നമ്മൾ പാടാറുമില്ലേ, അനുഗ്രഹത്തിൻ അധിപതിയേ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിനെ തന്നാണ്. യേശുക്രിസ്തുവിനെ കിട്ടുന്നതാണ് അനുഗ്രഹം. വായിക്കാം സദൃശ്യവാക്യങ്ങൾ 27:24. ഇനിയുണ്ട് 5-6 വാക്യങ്ങൾ. ദൈവമക്കൾ നിരാശപ്പെടരുത്. സദൃശ്യവാക്യങ്ങൾ 27:24. മനസ്സിലായോ? സമ്പത്ത് എന്നേക്കും തലമുറ ഇരിക്കുന്നൊക്കെയാണ് അറിയോ. ഇപ്പൊ ചിലരൊക്കെ പറയാറില്ലേ, അയ്യോ അവരെന്നാ വലിയ സമ്പന്നരായ ആൾക്കാരായിരുന്നു, ഇപ്പം കണ്ടമൊക്കെ വിറ്റ് ഇപ്പം എന്തേ ഉള്ളൂ, വരമ്പേ ഉള്ളെന്ന്. സമ്പത്ത് എന്നേക്കും ഇരിക്കുമെന്നാണ് അനേകരുടെ ചിന്ത. എന്നാൽ എന്നേക്കും ഇരിക്കുന്ന ഒരു കാര്യമുണ്ട്. വായിക്കാമോ? യോഹന്നാൻ 12:34. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 34-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 34-ാം വാക്യം. ക്രിസ്തു എന്നേക്കും ഇരിക്കും. അവിടെ പറയുകയാണ്, ക്രിസ്തു എന്നേക്കും ഇരിക്കും. ഈ ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആരാണ്? സമ്പന്നനാണ്, മഹാസമ്പന്നനാണ്. ഈ ക്രിസ്തു നമ്മുടെ വീട്ടിൽ വരും. നമുക്കറിയാം, യോഹന്നാൻ 14:23 അറിയാം, യേശുവിനെ സ്നേഹിച്ച് യേശുവിന്റെ വചനം പ്രമാണിക്കുമ്പോൾ യേശു ക്രിസ്തു പിതാവും നമ്മുടെ ഭവനത്തിൽ വന്ന് നമ്മുടെ കൂടെ വാസം ചെയ്യും. അപ്പോൾ സമ്പന്നനായ പിതാവും സമ്പന്നനായ പുത്രനും നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മുടെ ബുദ്ധിമുട്ടെല്ലാം മാറ്റിത്തരൂ. ക്രിസ്തുവിൽ ബുദ്ധിമുട്ടെല്ലാം പൂർണ്ണമായും തീർത്തു തരും. എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയ, ഇനി തന്റെ പിരിഞ്ഞൊരു ജീവിതമില്ലെനിക്ക്. കർത്താവ് ജീവിക്കുന്നു. സമ്പത്ത് എന്നേക്കും ഇരിക്കത്തില്ല, ക്രിസ്തു എന്നേക്കും. ക്രിസ്തുവിന് ഇനി മരണമില്ല, എന്നേക്കും ഇരിക്കുന്നു. എപ്പോൾ വിളിച്ചാലും വെളിപ്പുറത്താണ്. ഏതാവശ്യം വന്നാലും ഹൃദയം നിറങ്ങി എൻ്റെ കർത്താവേ എന്ന് വിളിച്ചാൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ. നമ്മൾ പറയണം, സമ്പത്ത് പോയെങ്കിൽ പോട്ടെന്നേ, എനിക്ക് സമ്പന്നനായ ഒരാൾ എൻ്റെ വീട്ടിലുണ്ട് എന്നും വസിക്കുന്ന ഒരാൾ. സമ്പന്നനായ ഇടയ്ക്കൊന്ന് പറയണമെന്ന്, സമ്പന്നനായ ക്രിസ്തു എല്ലാ നാളും കൂടെ ഇരിക്കുന്ന ഇമ്മാനുവേൽ എൻ്റെ കൂടെ ഉണ്ട്. എന്നെ വഴി നടത്തുവാൻ അവൻ മതിയായവനാണ്. അവൻ വഴിയിലിട്ട് പോകുന്നവനല്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ കർത്താവ് സമ്പന്നനായ ക്രിസ്തു എന്നേക്കും ഇരിക്കും, നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ. 1-2 വാക്യങ്ങൾ അതിനോട് അനുബന്ധിച്ചൊന്ന് വായിച്ച്. യെരമ്യാ 17:11. അന്യായമായി ധനം സമ്പാദിക്കുന്നവനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. തിത്തിരിപ്പക്ഷി എന്നൊക്കെ ഇവിടെ ഇരിക്കുന്ന അമ്മുവും അന്നയൊക്കെ കേട്ടിട്ടുണ്ടോ? തിത്തിരി എന്നൊക്കെ കേട്ടോ? യെരമ്യാ പ്രവചനം 17-ാം അധ്യായം 11-ാം വാക്യം. ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുതിയിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാകുന്നു. അവന്റെ മധ്യായുസിങ്കൽ അത് അവനെ വിട്ടുപോകും. അന്യായമായി ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ടയ്ക്ക് പൊരുന്നയിരിക്കുന്ന തിത്തിരിപ്പക്ഷി. നമ്മുടെ ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, അന്ന് ആ നാട്ടിലുണ്ടായിരുന്നതായിരിക്കും. താൻ ഇടാത്ത മുട്ടയ്ക്ക് പൊരുന്നയിരിക്കുന്ന തിത്തിരി, അതേത് പക്ഷിയാണ്? ഇടാത്ത മുട്ടയ്ക്ക് കാക്ക. പോട്ടെ, കോഴി.
എന്തായാലും ആട്ടെ. അപ്പൊ ഇവിടെ പറയുകയാണ്, അന്യായമായി ധനം സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ടയ്ക്ക് പൊരുന്നയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെ അവന്റെ മധ്യായുസ്സിൽ അത് അവനെ വിട്ട് പോകും. ഇനി സദൃശ്യവാക്യങ്ങൾ 21:6 കൂടെ വായിച്ച് അതിനോടനുബന്ധിച്ച് സമ്പത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. സദൃശ്യവാക്യങ്ങൾ കള്ളനാവുകൊണ്ട് മതി കള്ളനാവുകൊണ്ട് ധനം സമ്പാദിക്കും. ഇന്നൊത്തിരി ആൾക്കാരില്ലേ, ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ എത്ര തട്ടിപ്പാ നമ്മൾ ഓരോ ദിവസം കാണുന്നില്ലേ. ചില ആൾക്കാർ ചാരിറ്റിയാന്ന് പറഞ്ഞ് രസീതുമായിട്ട് നമ്മുടെ അടുക്കൽ വരും ഇല്ലേ. കഴിഞ്ഞ ദിവസം ഒരുത്തം വന്നു ജില്ലാ ആശുപത്രിയിലെ രോഗികൾ ഊണ് മേടിച്ചു കൊടുക്കാനാണ്. പിന്നെ 150 രൂപ കൊടുക്കേണ്ടതായിട്ട് തോന്നുന്നു. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ രീതിയിലാണ് നനങ്ങളും കുഴിക്കാനായിട്ട് ഇങ്ങനെ വന്നോട്ടെ. കള്ളനാവ് ഇതെല്ലാം അമ്മമാർ മാറിയിട്ട് എന്ത് ചെയ്യും? വെള്ളമടിക്കും. പിന്നെ ഉടക്കാൻ പോയ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ വരും. ഒരു പ്രാവശ്യം ഞാൻ 100 രൂപ കൊടുത്തപ്പോൾ അവൻ പറയാ, സാറേ ഒരു 250 രൂപ തരാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് വയസ്സ് 64 ആകാറായി, എനിക്ക് 5 രൂപയുടെ പെൻഷനില്ല, 5 രൂപ വരുമാനമില്ല, കുഞ്ഞുങ്ങൾ ചെലവിന് തരുന്ന പൈസയേ ഉള്ളൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്നല്ല ഇവിടെ അടുക്കി വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അന്നേരം അവൻ സ്റ്റാൻഡ് വിട്ടു. കാര്യം എന്താ ചോദിച്ചാൽ അവരാ തീരുമാനിക്കുന്നത്. ഒരു 250 രൂപ ഇട്ടാണ് 2 പേർക്ക് സുഖമായിട്ട് ഒരു എന്താണ് പറയുക പയറ്റും ഒക്കെ മേടിച്ച് അന്നത്തെ കാര്യങ്ങൾ ആഘോഷമാക്കാമല്ലോ. ഇപ്പം നമ്മൾ കണ്ടു ദൈവം ചെന്ന 2 കാര്യങ്ങൾ. 1, ദൈവം നമ്മൾക്ക് സമ്പത്ത് ഉണ്ടാക്കുവാൻ ശക്തി തരും. 2, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് സമ്പത്ത് ഉണ്ടാകും. 3, മൂന്നാമത്തെ കാര്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്ത്. കർത്താവിൻ്റെ വചനം കേട്ടനുസരിക്കുന്ന നമ്മളെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്താണ്. നമ്മൾ കർത്താവ് തന്നെ പറഞ്ഞില്ല, നീ വിലയേറിയവനും മാന്യനുമാണ് അല്ലേ. നാട്ടിൽ നമുക്ക് 5 പൈസയുടെ വിലയുണ്ടോ? 5 പൈസയുടെ വില. ഞാൻ ചിലപ്പോൾ ഇവരോട് പറയടി, ഉപദേശി ആയതുകൊണ്ട് എനിക്ക് എന്തില്ല, 0 വാല്യൂ ആണ്. 0 വാല്യൂ. അല്ലാത്തവർക്കൊക്കെ കുടുംബത്തിൽ നല്ല വാല്യൂ ആണ്. ഉപദേശിയായി വേദോത്സവമായി നടക്കുന്നത് കൊണ്ട് 0 വാല്യൂ ആണ്. പള്ളിയിലാണ് കുർബാന പോലും തരത്തില്ല, വെളിക്ക് നിർത്തിയിരുന്നില്ല. വിശുദ്ധ സ്ഥലം പ്രാകാരവും കഴിഞ്ഞ് ജാതികൾ നിൽക്കുന്ന അങ്ങ് പുറകിലാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. കാര്യം എന്താ? പക്ഷെ ഞാൻ ആരാണ്? ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്താണ്. റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്നാണ്. രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. ദൈവം ചെയ്യുന്ന 4-ാമത്തെ കാര്യം 112-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെ എല്ലാവർക്കും അറിയാം. 112-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെ. ഐശ്വര്യവും സമ്പത്തും ദൈവം വീട്ടിൽ തരും. ബാങ്കിൽ തരുമെന്നല്ല, വീട്ടിൽ. ചില ആൾക്കാർക്കൊക്കെ സമ്പത്തും, പക്ഷെ ചിലർ പറയും ഒരൈശ്വര്യവും ഇല്ലെന്ന് പറയും. ഐശ്വര്യം എന്ന് പറഞ്ഞത് ഈശ്വരീയമാണ്. ഇത് രണ്ടും കൂടെ വേണം. ഐശ്വര്യവും വേണം, സമ്പത്തും. ദൈവം നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും തരും. ഇനി ആ വീട്ടിലെ കാര്യം നിക്കറ്റ് ചെയ്ത് 4-ാമത്തെ കാര്യമല്ലേ എൻ്റെ ഒരു വാക്യം. സദൃശ്യവാക്യങ്ങൾ 24-3-4 വാക്യം. സദൃശ്യവാക്യങ്ങൾ 24-3-4 വാക്യങ്ങൾ. വിവേകം കൊണ്ട് സ്ഥിരമായി വരുന്നു, പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞു വരും. അവിടെ പറയുകയാണ്, ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നവരുടെ മുറികളിൽ വിലയേറിയ സമ്പത്ത് നിറഞ്ഞു വരും. എന്താണ് എനിക്കറിയില്ല കേട്ടോ. കർത്താവ് പോസ്റ്റൊന്നും പറയത്തില്ല, ഏറ്റെടുക്കുക, അത്രേ ഉള്ളൂ. ജ്ഞാനം കൊണ്ട് ഭവനം, അത് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം. ഇത് രണ്ടും ഇല്ലാതെ ഭവനം പണിയാൻ കേട്ടോ. ഈ സ്വർഗത്തിൻ്റെ വിലയേറിയ സമ്പത്ത് അവിടെ നിറഞ്ഞു വരത്തില്ല. ലോകപരമായ സമ്പത്ത് നിറഞ്ഞു വരും. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജ്ഞാനം, യഹോവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം.
അതുകൊണ്ട് ഭവനം പണിയുകയും പരിജ്ഞാനം കൊണ്ട് അത് സ്ഥിരമായി വരികയും ചെയ്യുന്നവരുടെ മുറികളിൽ വിലയേറിയ സമ്പത്ത് നിറഞ്ഞു വരുന്നല്ലേ, നിറഞ്ഞു വരും. ഇനി സദൃശ്യവാക്യങ്ങൾ 13:22. സദൃശ്യവാക്യങ്ങൾ 13:22. സദൃശ്യവാക്യങ്ങൾ പാപിയുടെ സമ്പത്ത് നീതിമാന് വേണ്ടി സംഗ്രഹിക്കുന്നു. ഞാൻ ആരാണ്? ഓരോരുത്തരും പറയണം, ഞാൻ യേശുക്രിസ്തുവിന്റെ നീതിമാൻ. എന്നെ നീതീകരിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ അവസാനത്തുള്ള രക്തമൂല്യ തന്നു. ദൈവം നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും. റോമർ 5:9 നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ ദൈവത്തിന്റെ കോപം മാറും. അങ്ങനെ ഉള്ളവർക്ക് പാപിയുടെ സമ്പത്ത് ദൈവം സംഗ്രഹിക്കും നീതിമാന് വേണ്ടി. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്, അതനുഭവിക്കുന്ന കൂട്ടത്തിലാണ്. പാപിയുടെ സമ്പത്ത് നീതിമാന് വേണ്ടി സംഗ്രഹിക്കും. വേണമെങ്കിൽ ഒരു ഉദാഹരണം വേണം, ചെറിയ നിസ്സാര ഒരു ഉദാഹരണം. ഇപ്പം കാറ്, അത് ഇയോൺ പിന്നീട് ഒരെണ്ണെടുത്തു, അത് കംപ്ലീറ്റ് ലോണാണ്. ഒരു പാപിയായ മനുഷ്യൻ SBI കൊണ്ട് ഇട്ട 5 ലക്ഷം രൂപയാണ് എൻ്റെ മൂത്ത മകൻ ലോൺ എടുത്തത്. ഞങ്ങൾക്കൊരിക്കലും ആ കാറ്, അതുപോലൊരു കാറ് മേടിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, ആരുടെയും പൈസയില്ല. എൻ്റെ കയ്യിലില്ല കേട്ടോ, പാൻ കാർഡും ഇല്ല, ATM കാർഡും ഇല്ല. പക്ഷെങ്കിൽ ആ ഞങ്ങൾ ഓടിക്കുന്ന കാറ് ഒരു പാപിയായ മനുഷ്യൻ സമ്പാദിച്ച് ബാങ്കിൽ കൊണ്ടിട്ട പൈസ. ആ സമ്പന്നനായ മനുഷ്യനോട് ഞാൻ ചെന്ന് ചോദിച്ചാൽ ഈ 5 ലക്ഷം രൂപ കടം തരത്തില്ല, എന്നെ ഓടിക്കും, കണ്ടം വഴി ഓടിക്കും. എന്നാൽ മോൻ ചെന്ന് ചോദിച്ചു, അവന് കൊടുത്തു, മാസം തോറും അത് അടയ്ക്കുന്നു. അപ്പം പാപിയുടെ സമ്പത്ത് നീതിമാന് വേണ്ടി സംഗ്രഹിക്കും. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. വെളിപ്പാട് 3:8 പറയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളുവെങ്കിലും നീ എൻ്റെ വചനം കാത്തു. ആരും അടയ്ക്കാത്ത ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വരുമാനത്തിൻ്റെയോ ഏതെങ്കിലും ഒരു വാതിൽ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് പറയുന്നു, വാക്യമൊന്ന് വായിക്കാമോ, ഉറക്കെന്ന് വായിക്കാമോ? വെളിപ്പാട് 3:8. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു. അവിടെ പറയാണ്, കർത്താവിന്റെ നാമം നിഷേധിക്കാതെ കർത്താവിന്റെ വചനം കാത്തവർക്ക് വേണ്ടി ആരും അടയ്ക്കാത്തൊരു വാതിൽ. ദൈവമക്കൾ ഓർത്തോണം, ആരും തുറക്കാത്ത വാതിൽ, നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തുന്ന കർത്താവ്. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. തീരുമാനം നമുക്ക് കർത്താവിനോട് പറയാം. കർത്താവെ, ക്രിസ്തുവും സമ്പത്തും എന്നുള്ള വിഷയമാണ്. സമ്പത്തിൽ ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിച്ച് ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് മാമോനെ പതിച്ച് മാമോനെ നിരസിച്ച് ജീവിക്കുവാൻ ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഒരു പാട്ടിനകത്ത് ഇങ്ങനെ പാടിയില്ലേ, ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹം. നമുക്കത് പാടി അവസാനിപ്പിക്കാം. അതിനുശേഷം കുഞ്ഞോളാൻ്റെ കടന്നു വന്ന് പ്രാർത്ഥിക്കും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും സമൃദ്ധി
എന്നും പ്രാപിക്കും ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കുന്നതാൻ ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കുന്നതാൻ എന്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ കൂടി നിങ്ങളെ വാത്സല്യം സ്നേഹിക്കുന്ന ഞങ്ങളുടെ അബ്ബാ പിതാവേ, കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കുറിച്ചും സമ്പത്തിനെ കുറിച്ചും പഠിപ്പാൻ തക്കവണ്ണം ബലഹീനരായ അടിയങ്ങളെ കർത്താവ് അടിയങ്ങളെ ഓരോരുത്തരെയും ഈ ആലയത്തിലേക്ക് കൂട്ടി വരുത്തിയ വൻകൃപയെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം കൃഷിന്റെ മറവിൽ നിന്നുകൊണ്ട് കർത്താവെ അതിന്റെ ആഴത്തിൽ നിന്ന് വിളമ്പി തരുവാൻ തക്കവണ്ണം മുൻചായനെ കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യപ്പ. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ തിരുവചനത്തിൽ കൂടി കേൾപ്പിച്ചു, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമാണെന്ന്, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴുമെന്ന് കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. സമ്പത്തുണ്ടാക്കുവാൻ പണിപ്പെടുന്നവന് ശിക്ഷ വരാതിരിക്കില്ല എന്ന് മാറ്റമില്ലാത്ത തിരുവചനം അടിയങ്ങളോട് സംസാരിച്ചല്ലോ. കേൾപ്പിച്ച വചനത്തിന്റെ മുമ്പിൽ അടിയങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. കർത്താവെ, സമ്പന്നനായിരുന്ന ഞങ്ങളുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അടിയങ്ങൾ സമ്പന്നരാകേണ്ടതിന് ക്രിസ്തു ദരിദ്രനായി തീർന്ന കൃപ ഞങ്ങൾ അറിയാതിരിക്കരുതെന്ന് തിരുവചനത്തിൽ കൂടി കേൾപ്പിച്ചല്ലോ. അതേ കർത്താവ്, ഞങ്ങളുടെ യേശു കർത്താവ് മഹാസമ്പന്നനാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. എന്നാൽ അതിൽ ഞങ്ങൾ ഓരോരുത്തരും സമ്പന്നരാകുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കപ്പ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഞങ്ങൾ സമ്പന്നരാകേണ്ടതിന് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് തീയിലൂതി കഴിച്ച പൊന്നാകുന്ന വചനവും ഞങ്ങളുടെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ഞങ്ങൾ ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും ഞങ്ങളുടെ കണ്ണിന് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും യേശുവിന്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി യേശു ക്രിസ്തുവിന്റെ ആ പരിജ്ഞാനത്തിന്റെ സമ്പത്ത് ഞങ്ങൾ ഓരോരുത്തരും പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഓരോരുത്തരും നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിട്ട് ഞങ്ങളുടെ സ്വർഗത്തില് ഉത്തമമായ ഒരു സമ്പത്തുണ്ടെന്ന് അറിയുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും ഇന്ന് കൽപ്പിച്ച വചനപ്രകാരം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്രകാരം ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സമ്പത്തുണ്ടാക്കുവാനുള്ള ശക്തി സ്വർഗത്തിലെ ദൈവം തരുമെന്ന് അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ല കർത്താവെ. ഞങ്ങളുടെ ദൈവത്തിന് ഒരു ഉത്തമ സമ്പത്തായി തീരുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ആ നിത്യമായിരിക്കുന്ന സമ്പത്ത് ദൈവപരിജ്ഞാനത്തിന്റെ സമ്പത്ത് പ്രാപിപ്പാൻ തക്കവണ്ണം കേൾപ്പിച്ച വചനപ്രകാരം ഞങ്ങളെ എവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ. നിലനിൽക്കുന്ന സമ്പത്ത് ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ സമ്പത്ത് എന്നേക്ക് നിലനിൽക്കുന്നതല്ല, എന്നാൽ ക്രിസ്തു എന്നേക്ക് നിലനിൽക്കുന്ന ഞങ്ങളുടെ ഒരു സമ്പത്തായി മാറുവാൻ ഇന്നു മുതൽ ആ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സമ്പത്താക്കി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ. അതേ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ഇന്ന് തന്ന വചനമൊക്കെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ മാംസപലകകളില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി തന്ന് അത് കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഭവനത്തില് ഐശ്വര്യവും സമ്പത്തും തരുമെന്ന് കൽപ്പിച്ചല്ലോ. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുവാൻ, വിവേകം കൊണ്ട് അതിനെ സ്ഥിരമാക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. യഹോഭക്തിയാകുന്ന ജ്ഞാനവും അതെ അവന്റെ പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനവും പ്രാപിച്ചുകൊണ്ട് കടന്നു പോകുവാൻ ഞങ്ങളെ എവിടുന്ന് സഹായിക്കണമേ അപ്പ. ഇന്ന് കൽപ്പിച്ച വചനം ഒന്നും കർത്താവെ ഞങ്ങൾ ആരും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാതെ അത് മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കപ്പ. വചനം തന്ന മോനിച്ചാനായ അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ശാരീരിക ബലഹീനതകൾ ഓർക്കാതെ കർത്താവെ വചനത്തിന്റെ ആഴത്തിൽ നിന്ന് മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ
മകന് കൊടുത്ത കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. എന്റെ യേശുവേ, ഈ ആലയമടിയങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കി തന്ന വൻകൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അപ്പ. അനിയാന്റിക്കായി സ്തോത്രം ചെയ്യുന്നു. ദാനം കൊടുത്തിരിക്കുന്ന 4 മക്കളെയും 3 കൊച്ചുമക്കളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക അപ്പ. ഇന്നിവിടെ കടന്നു വന്ന അടിയങ്ങളുടെ ആരുടെയും കുറവ് ഈ ഭവനത്തിന്റെ അനുഗ്രഹത്തിനോ മക്കളുടെ അനുഗ്രഹത്തിനോ തടസ്സമാകരുതേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും പിരിഞ്ഞു പോകുക. പിരിയാത്ത സാന്നിധ്യം അടിയങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്ന ക്രിസ്തു യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. അവിടുന്ന് കൃപയോടെ കെട്ടിത്തരവള്ളമാരാകണമേ. ഞങ്ങളുടെ പിതാവേ, നിങ്ങളുടെ നാമം വിശദീകരിക്കപ്പെടണമേ. നിങ്ങളുടെ രാജ്യം വരണമേ. നിങ്ങളുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോടും ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അടങ്ങളും ദോഷങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്തരുത്, പിന്നെയോ ദുഷ്ടം വിടുവിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് കൊടുത്തേക്കുള്ളതാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാഥന് നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നമുക്ക് കരങ്ങൾക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ ഇപ്പോൾ